പവിത്രം 28-ാമത്തെ എപ്പിസോഡ്. ഗൗരി റൂമിൽ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഷീല, എന്താണിത് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഇപ്പോൾ വൃത്തിയാക്കിയതല്ലേ ഉള്ളൂ. ഷീലയോട് ഗൗരി, വരാൻ പോകുന്നത് ഒരു ശംഭൂവനാണ്. അതാരാ? അത് കാർട്ടൂണിലെ ഒരു കഥാപാത്രം. ശംഭൂവനെ ഓടിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഷീല, വരുന്ന ആളെ ഇന്ന് തന്നെ ഓട്ടിക്കും? മോൾ, ഉറപ്പായും ഓട്ടിക്കും. അപ്പോഴേക്കും വേദ മോളെ വിളിക്കുന്നു. വേദ ഗൗരിക്ക് ഭക്ഷണം കൊടുക്കുന്നു. മോൾ ചോദിക്കുന്നുണ്ട്, വരുന്ന ആൾ എന്നെ അടിക്കുമോ അമ്മേ? വേദ, നല്ല കാര്യമായി. ഗൗരിക്കുട്ടിയെ തല്ലിയാൽ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇതുപോലെ അയാളെ ഞാൻ ചട്ടിയിലിട്ട് വറുക്കും. അപ്പം അമ്മയില്ലാത്തപ്പോൾ ഞാൻ അയാളെ ചട്ടിയിലിട്ട് വറുക്കാമല്ലേ? വേദ, അയാൾ ചിലപ്പോൾ ഒരു പാവമായിരിക്കും. ഗൗരിക്ക് അങ്ങനെ വെറുതെ തോന്നുന്നതാ. മോൾ, അമ്മ പറഞ്ഞിട്ടില്ലേ എല്ലാവരെയും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലെന്ന്? അതൊക്കെ നോക്കിയിട്ടാണ് തരുൺ അയാളെ വെച്ചിരിക്കുന്നത്. മോൾ, അപ്പോൾ അച്ഛനെ അയാൾ പറ്റിച്ചതാണെങ്കിലോ? പോലീസുകാരെ കള്ളന്മാരും പറ്റിക്കാറുണ്ടല്ലോ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. വേദ, മതി, ഇനി നീ ഭക്ഷണം കഴിക്കേ. അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ വേതാളത്തിൻ്റെ കഥ? വേതാളത്തിനെ പോലെ എന്നെ ശല്യം ചെയ്യാൻ വന്നാൽ ഞാൻ വാളെടുത്ത് വെട്ടും. വേദ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു തന്ന കഥയിൽ വേതാളം രാജാവുമായിട്ട് വഴക്കുണ്ടോ? മോൾ, പിന്നെ ദിവസവും വഴക്കല്ലേ? വേദ, അത് സ്നേഹം കൊണ്ടുള്ള വഴക്കാണ്. ഗൗരി, അയ്യടാ, അങ്ങനെ വരുന്ന ആൾ ഗൗരിക്കുട്ടിയെ സ്നേഹിക്കേണ്ട. എന്നെ അച്ഛനും അമ്മയും സ്നേഹിച്ചാൽ മതി. വേദ, ഓക്കെ, ശരി. നീ വരുന്ന ആളോട് വഴക്കിനൊന്നും പോകരുത്. മോൾ, എനിക്കിഷ്ടപ്പെടാത്ത കാര്യം ചെയ്താൽ ഞാൻ വഴക്കിടും. ആമി വിക്രമിനോട്, ഇന്ന് നല്ല ഉത്സാഹമുള്ള ദിവസമാണല്ലേ? ജോലി കിട്ടിപ്പോണതിൻ്റെ ഉത്സാഹമല്ല. വിക്രം, അങ്ങനെ ചോദിച്ചാൽ ശരിയാണ്. വിക്രം, ഞാൻ ഇന്നലെ പുലർച്ചയ്ക്ക് ഒരു സ്വപ്നം കണ്ടിരുന്നു. ആമി, എന്തു സ്വപ്നം? വിക്രം, അതെനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. രാവിലെ എണീറ്റയുടൻ ഞാൻ ആലോചിച്ചത് ആ കുഞ്ഞിൻ്റെ അടുത്ത് പോകണമെന്നായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഉത്സാഹം തോന്നി. ആമി, എന്തുത്സാഹം? വിക്രം പറഞ്ഞു, അതെനിക്കറിയില്ല. വിക്രം, എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു കുഞ്ഞിനെ കാണാൻ പോകുന്ന പോലെ തോന്നുന്നു. ആമി, ഞാനൊരു കാര്യം പറയട്ടെ. പോലീസുകാരൻ്റെ വീട്ടിലെത്തുന്നു. അവരുടെ കുടുംബത്തെയും പരിചയപ്പെടുന്നു. ആ കുട്ടീനെ നോക്കാൻ തീരുമാനിച്ചു. ആ കുട്ടിയുമായി സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ കുട്ടികളെ പഠിപ്പിച്ചു നിൽക്കുന്ന ടീച്ചർ. ആ ടീച്ചറെ കണ്ടപ്പോൾ വിക്രം അത്ഭുതപ്പെട്ടു. ആ ടീച്ചറാണ് വേദ. വിക്രം, വേദ ഈ നാട്ടിൽ വന്നിട്ട് എന്നെ കാണാൻ പോലും വരാതെ ഒരു UKG ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ആമിയുടെ ഭാവന. വിക്രം, ഒന്നാമത് വേദയ്ക്ക് ഒരു ടീച്ചറായി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. വേദയ്ക്ക് നല്ലൊരു പ്രൊഫഷൻ കയ്യിലുണ്ട്. നാട്ടിലുണ്ടെങ്കിൽ അവൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എത്ര തടസ്സമുണ്ടെങ്കിലും വേദ എന്നെ കണ്ടിരിക്കും. ആമി, അത്രയ്ക്ക് ഉറപ്പാണോ? വിക്രം, ഉറപ്പാണ്. എന്നാൽ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് വിക്രം അവിടുന്ന് പോകുന്നു. ആൻഡ്രൂസ് വിക്രമിനെ വിളിക്കുന്നു. എന്നിട്ട് നീ എത്താറായോ എന്ന് ചോദിച്ചു. വിക്രം, ആ എത്താറായി എന്ന് പറഞ്ഞു. ആൻഡ്രൂസ് വിക്രമിനോട് അവിടെ പോയിട്ട് പേര് മാറ്റി പറയാൻ പറഞ്ഞു. ഒരു ജയിൽ പുള്ളിയെ പിടിച്ച് കുട്ടിക്ക് കാവലാക്കാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. വിക്രം, സാർ എന്തൊക്കെയാണ് പറഞ്ഞത്? അവർ വല്ല അഡ്രസ്സും ചോദിച്ചാലോ? ആൻഡ്രൂസ്, അവർ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഞാൻ അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം, ആൻഡ്രൂസ് പറഞ്ഞു. വിക്രം, സത്യം പറയുന്നതല്ലേ സാർ നല്ലത്. പേരും സാഹചര്യങ്ങളും. നമ്മളായിട്ടൊരു കള്ളത്തരം ചെയ്തു എന്ന് വേണ്ട. ആൻഡ്രൂസ്, നീ പോകുന്ന വീട്ടിലെ സാർ മാത്രമല്ല, അമ്മയും ഭാര്യയും കുടുംബാംഗങ്ങളും ഉണ്ട്. അവർ ഒരു ജയിൽ പുള്ളിയാണ് കുഞ്ഞിനെ നോക്കാൻ വന്നത് എന്ന് തുടക്കത്തിലേ അറിഞ്ഞാൽ അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, വിക്രമിനോട് പറഞ്ഞു. വിക്രം, ഞാൻ എൻ്റെ ഇമേജ് മാറാൻ കൂടിയാണല്ലോ ഈ ജോലിക്ക് പോകുന്നത്. ആൻഡ്രൂസ്, അത് ശരിയാണ്. പക്ഷേ പോയ ദിവസം തന്നെ ഇമേജ് മാറ്റിയെടുക്കാൻ പറ്റുമോ? അവരുടെ വിശ്വസ്തത നേടിയെടുത്ത് പതുക്കെ നിൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറയാം. അവർക്ക് തോന്നണം നീ നല്ലവനാണെന്ന്. എന്നിട്ട് നമുക്ക് നോക്കാം. അവർ എന്തെങ്കിലും രേഖകൾ ചോദിച്ചാൽ ഞാൻ സാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. വിക്രം ശരി എന്ന് പറഞ്ഞു. വേദയ്ക്ക് ഓഫീസിൽ നിന്ന് ഫോൺ വരുന്നു. എത്രയും പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞിട്ട്. തരുൺ ചോദിച്ചു, എന്താ വേദ? ഒരു ഫാക്ടറിയിൽ തീ പിടിച്ചു. ഗൗരി, അമ്മ ഇപ്പോൾ പോവുകയാണോ?
വേദ, ഒരു ഫാക്ടറി മുഴുവൻ തീ പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകണം. അപ്പോൾ ഗൗരിമോൾക്ക് വേണ്ടി അമ്മ അയാളോട് സംസാരിക്കുക എന്ന് പറഞ്ഞല്ലോ. തരുൺ, മോൾ ഇങ്ങോട്ട് വാ, അമ്മ പൊയ്ക്കോട്ടെ. പക്ഷേ ഗൗരി അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു. തരുൺ, വേദ വേഗം ചെല്ല്, സമയം കളയണ്ട, എനിക്കും ചിലപ്പോൾ ഇപ്പോൾ ഫോൺ വരും. വേദ, അപ്പോൾ അയാൾ വന്നാൽ? തരുൺ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. വേദ കാറിൽ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ വിക്രം ആ ഭാഗത്തു കൂടെ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. ഗൗരി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അമ്മയോട്, എന്തു പറ്റിയവൾക്ക്? എനിക്കറിയില്ല. അമ്മ അങ്ങോട്ട് ചെല്ല്, ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാം. മോളോട് പാല് കുടിക്കുക എന്ന് തരുൺ പറഞ്ഞു. എനിക്ക് വേണ്ട. അമ്മയുടെ ജോലിത്തിരക്ക് മോൾക്കറിയില്ലേ? ജനങ്ങൾക്ക് പ്രശ്നം വന്ന അമ്മ ചെല്ലണ്ടേ? അപ്പോൾ എനിക്ക് പ്രശ്നം വന്നാലോ? മോള് ചോദിച്ചു. തരുൺ, നിനക്കെന്ത് പ്രശ്നം? അച്ഛൻ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കി വെച്ചത്. തരുൺ, അതൊരു പ്രശ്നമാണോ? ഗൗരി, എന്നോട് അവിടെ ഇരിക്കെ ഇവിടെ ഇരിക്കെ എന്ന് പറയില്ലേ? അങ്ങനെയൊന്നും പറയില്ല. വരണ ആളൊരു പാവ അങ്കിളാണ്, തരുൺ പറഞ്ഞു. ഗൗരി പറയുന്നുണ്ട്, വരുന്നതൊരു ശംഭൂകനാണ്. അതാരാ? വല്ലപ്പോഴേ കാർട്ടൂൺ കാണണം, ന്യൂസ് മാത്രം കണ്ടിരുന്നാൽ പോരാ. അതെന്ത് ചെയ്യണമെന്നും എനിക്കറിയാം എന്ന് പറഞ്ഞ് ഗൗരി അവിടുന്ന് പോയി. തരുൺ പാല് കുടിച്ചിട്ട് പോകാൻ പറയുമ്പോൾ പാലിൽ ഒരു പൊടി കലക്കും. അത് ഇത്ര കാലമായിട്ടും അച്ഛൻ അറിയില്ലല്ലോ, കഷ്ടം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. അപ്പോഴാണ് വിക്രമിൻ്റെ വരവ്. വിക്രമിനെ കണ്ടുടൻ തന്നെ മോൾ പേടിച്ച് അകത്തേക്ക് പോയി. വിക്രം തരുണിനെ പരിചയപ്പെടുന്നു. അകത്തോട്ട് പോയത് മോളായിരിക്കുമല്ലേ? തരുൺ, അതെ, പേടിച്ചിട്ട് പോയതാണ്. അവളുടെ കാർട്ടൂണിൽ ഏതോ ഒരു കഥാപാത്രമാണ്, ആ പേരും വിളിച്ചിട്ടാണ് അകത്തോട്ട് പോയത്. മോൾ തോക്കെടുത്തിട്ട് വന്ന് വിക്രമിനെ വെടിവെക്കുന്നത് കാണിക്കുന്നു. വിക്രം വെടിയേറ്റ് വീഴുന്നത് പോലെ അഭിനയിക്കുന്നു. തരുൺ, കാര്യങ്ങളൊക്കെ ആൻഡ്രൂസ് പറഞ്ഞിട്ടില്ലേ? മോൾ കുറച്ച് കഴിയുമ്പോൾ പോവും. അവൾക്ക് സ്കൂൾ ബസ് വരും. അവളെ നല്ലോണം നോക്കണം. അവളുടെ മുന്നിൽ വെച്ച് ആരോടും വഴക്ക് കൂടാനൊന്നും പോകരുത്. എൻ്റെ പേര് തരുൺ. നിങ്ങളുടെ പേരോ? വിക്രം വിശ്വം എന്ന് പറഞ്ഞു. ഓക്കേ, ബൈ.